ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. അപ്പോൾ ഞങ്ങൾ ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ശംഖുമുഖത്ത് തന്നെയുള്ള ഒരു മത്സ്യകന്യക. അതെ, ഇത് കാനായി കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ഒരാൾ നിർമ്മിച്ച മത്സ്യകന്യക. അത് പൂർണ്ണമായും കല്ലിൽ തീർത്ത ശാന്തമായി വിശ്രമിക്കുന്ന ഭീമാകാരമായ ഒരു മത്സ്യകന്യക. അതെ, തിരുവനന്തപുരം നമ്മുടെ ശംഖുമുഖം ബീച്ച്, നമ്മൾ കഴിഞ്ഞ വീഡിയോ അതായിരുന്നല്ലോ. അപ്പോൾ അതെ, അപ്പോൾ ബാക്കി കാഴ്ചകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ അവിടെയുള്ള ഒരു കല്ലിൽ തീർത്ത ഒരു മത്സ്യകന്യക, അത് വളരെ പ്രധാന ആകർഷണം തന്നെയാണ്. നമ്മുടെ ഈ എത്താവുന്ന ദൂരം 8 കിലോമീറ്ററാണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിൽ നിന്നും 8 കിലോമീറ്റർ. ഈ മത്സ്യകന്യകയുടെ ശില്പത്തിന് 35 മീറ്റർ നീളമാണ് കേട്ടോ ഉള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ ശില്പം എന്നുള്ള ഒരു റെക്കോർഡ്, നമ്മുടെ ഗിന്നസ് റെക്കോർഡ് നമ്മുടെ ഈ മത്സ്യകന്യകയുടെ ശില്പത്തിന് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പ്രതിഫലവും വാങ്ങാതെയാണ് കാനായി കുഞ്ഞിരാമൻ എന്ന് പറയുന്ന അദ്ദേഹം ഈ ശില്പം പൂർത്തിയാക്കിയത് കേട്ടോ. നമ്മുടെ ഇവിടെയാണ് ശംഖുമുഖം ബീച്ചിൽ. ഏറ്റവും വലിയ ശില്പം എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യപത്രവും നമ്മുടെ കാനായി കുഞ്ഞിരാമന് ഇതിൽ ലഭിച്ചിട്ടുണ്ട്. പിന്നെ 87 അടി നീളവും 25 അടി ഉയരവുമാണ് ഈ കോൺക്രീറ്റ് ശില്പത്തിനുള്ളത് കേട്ടോ. അപേക്ഷിക്കാതെ തന്നെയാണ് ഈ പുരസ്കാരം നമ്മുടെ കാനായി കുഞ്ഞിരാമന് ലഭിച്ചിരിക്കുന്നത്. ഈ ശില്പം നിർമ്മിച്ച് 30 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിന് ഗിന്നസ് റെക്കോർഡ് ലഭിക്കുന്നത്. 1990-ലാണ് വിനോദസഞ്ചാര വകുപ്പ് നമ്മുടെ ഈ കാനായി കുഞ്ഞിരാമൻ എന്ന് പറയുന്ന ആളെ ഈ ശില്പം ഒരുക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുന്നത്. 1992-ൽ ഈ ശില്പം പൂർത്തിയാക്കി. ശില്പം അശ്ലീലമെന്ന് പറഞ്ഞ് ജില്ലാ കളക്ടർ അന്ന് ഇത് നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ പണി നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ ഇടപെട്ട് ശില്പം പൂർത്തിയാക്കാൻ അനുമതി നൽകി. കാനായി കുഞ്ഞിരാമൻ്റെ ഈ ശില്പത്തിന് മുന്നിൽ ഫോട്ടോ എടുക്കാൻ ഒരുപാട് പേര് വരാറുണ്ട് കേട്ടോ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മത്സ്യകന്യക എന്ന ഒരു ബഹുമതി ഈ ശില്പത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നോടിയായാണ് ഈ ശില്പത്തിന് ഗിന്നസ് റെക്കോർഡ് ലഭിച്ചിരിക്കുന്നത്. ശംഖുമുഖം ബീച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണം തന്നെയാണ് ഈ ശില്പം. ശംഖുമുഖം ബീച്ചിൻ്റെ മെയിൻ ഗേറ്റ് കടന്ന് വരുമ്പോഴത്തേക്ക് ഇടത് സൈഡിലായിട്ടാണ് മത്സ്യകന്യകയുടെ ശില്പം ഇവിടെ തീർത്തിരിക്കുന്നത്. ഇത് നമ്മൾ വന്ന് കയറുമ്പോൾ തന്നെ ഈ കാണുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം എല്ലാം ഇതിൽ ചെയ്തിട്ടുണ്ട്. സൈഡിലൊക്കെ ലൈറ്റും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. രാത്രി വളരെ ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ വേണ്ടി. നമ്മുടെ മഞ്ഞ ലൈറ്റുകളാൽ അലങ്കാരിതമാണ് ഇത് ചെയ്തിരിക്കുന്നത്. രാത്രിയിലും ലൈറ്റ് ഫോട്ടോ എടുക്കാനും എല്ലാത്തിനുമായിട്ട് ഇതിന് ചുറ്റാകെ ആൾക്കാരുണ്ടായിരിക്കും. പിന്നെ ഈ ശില്പത്തിന് ചുറ്റായ മൊത്തത്തിൽ, ശില്പം കഴിഞ്ഞാൽ അതിന് ചുറ്റായ മൊത്തത്തിൽ പച്ചപ്പാണ് കേട്ടോ. നല്ല പച്ചപ്പുള്ള പുല്ല് ചെയ്തിട്ടുണ്ട്. നമ്മുടെ റോഡിലൂടെ പോകുമ്പോൾ തന്നെ ഈ ശില്പത്തിനെ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു ആകർഷണം തന്നെയാണ്, നമ്മുടെ ശംഖുമുഖം ബീച്ചിൻ്റെ ഒരു ആകർഷണം തന്നെയാണ് ഈ നമ്മുടെ ഈ മത്സ്യകന്യകയുടെ ശില്പം എന്ന് പറയാൻ കഴിയും. അത്രയും പ്രാധാന്യം അർഹിക്കുന്നു ഈ മത്സ്യകന്യകയുടെ ശില്പത്തിന്. കണ്ടാൽ അശ്ലീലമെന്ന് തോന്നുമെങ്കിലും ഇത് ഒരു സ്ത്രീയുടെ സൗന്ദര്യത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ശംഖുമുഖം ബീച്ചിൽ തിരക്കില്ലാത്ത ദിവസമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ചുറ്റായ മൊത്തത്തിൽ ഈ ശില്പത്തിൻ്റെ ചുറ്റാകെയാണ് മൊത്തവും ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൂടാതെ തന്നെ ബീച്ചിലും ഒരുപാട് കൂടുതലാണ്. ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ആൾക്കാർ ഒരുപാട് പേര് തിങ്ങി നിൽപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ വീഡിയോ എടുക്കുന്നതിനും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ദൂരെ നിന്നൊക്കെ വരുന്ന ആൾക്കാർ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പാർക്കിങ്ങിൽ ഒരുപാട് പേരുണ്ടായിരുന്നു നമ്മൾ വന്ന സമയം. ഇവിടെ നിന്ന് തമിഴ്നാട്ടിൽ നിന്നും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള ഈ ശില്പം കാണുന്നതിനും അതുമല്ല നമ്മുടെ ഈ ബീച്ചിൽ കുറച്ച് സമയം ചിലവഴിക്കുന്നതിനും
പിന്നെയുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സന്ധ്യാസമയത്ത് സൂര്യാസ്തമയം കാണുന്നതിനുമൊക്കെയാണ് നമ്മുടെ ശംഖുമുഖം ബീച്ചിൽ അവരിറങ്ങുന്നത്. ടൂറിസ്റ്റുകൾ അറിയാമല്ലോ, ടൂറിസ്റ്റുകളെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള സൗന്ദര്യമുള്ള സ്ഥലങ്ങളിൽ ഉറപ്പായിട്ടും അവർ കുറച്ച് നേരം വന്നിരിക്കുക, അല്ലെങ്കിൽ ഇത്തിരി സമയം ഒന്ന് സ്പെൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരുപാട് പേര് നമ്മുടെ ഈ ശില്പത്തിൻ്റെ മുമ്പേയും വന്നിരിക്കാറുണ്ട്. ശില്പത്തിൻ്റെ ചിറ്റാകയായിട്ട് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കൂട്ടുകാർ, ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ മത്സ്യകന്യകയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.